വെൽക്കം ടു srstation. അപ്പോൾ അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, നല്ല നാടൻ സ്റ്റൈലിലെ മട്ടൻ കറിയാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യും, വലിയ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നേരെ കറിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിൽ നാടൻ വറുത്തരച്ച മട്ടൻ കറിക്ക് അമ്മ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലോട് കൂടിയുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മട്ടൻ കറിക്ക് നമ്മുടെ മട്ടൻ വേവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതേപോലെ കറിവേപ്പില. മട്ടൻ വേവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ ഇട്ടു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായ മുറിച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, ചെറിയ കഷ്ണം പച്ചമുളക്, അതൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, എത്ര മട്ടനാണ് എടുക്കുന്നത് അതിന് ആവശ്യത്തിനായ ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടോ ഞാൻ ചേർക്കണത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ മട്ടൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മട്ടനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, എന്നാലും നമ്മൾ 1/4 ടീസ്പൂൺ ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ ഗ്യാസിലേക്ക് കയറ്റി വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിൽ ഇപ്പോൾ 2 വിസിലടിക്കുന്നവരെ അതിനുള്ള നമുക്ക് റെഡിയാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതാവുന്നവരെ ചായ, അത് നല്ല കട്ടൻ ചായ ഇവർ നാട്ടുന്നതുകൊണ്ട് നല്ല പിരിയാടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാട്ടോ. മസാലയ്ക്ക് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിയാണ്. പിന്നെ ഒരു തക്കാളി, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ഇവിടെ പാനിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അങ്ങനെ സൺഫ്ലവർ ഓയിൽ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കുറച്ച് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പിലിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച് നല്ല നൈസായിട്ട് മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടാം കേട്ടോ. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം, മട്ടനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കണക്കായിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ വാട്ടാം കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ഒരു പരുവം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വേണ്ട മസാലകൾ: കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി. നമ്മൾ എരിവിന് അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി മാറ്റാം കേട്ടോ. ഓൾറെഡി നമ്മൾ മട്ടണിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഈ മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മളെ മട്ടൺ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ വെച്ച ആ കുക്കറിൽ തന്നെ കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ മസാല ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അടച്ചു വെക്കുക കേട്ടോ. നമ്മൾ കുക്കറിൻ്റെ വിസിൽ എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 മിനിറ്റ് തിളക്കാൻ വെക്കുക കേട്ടോ. നമ്മൾ അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്, ഗീ റൈസാണ്. അപ്പോൾ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയും റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ഇല്ല കേട്ടോ. നമ്മുടെ മട്ടനിൽ നെയ്യൊക്കെ ഇളകിയിട്ട് എന്താ പറയുക നന്നായിട്ട് കുറുകിയൊരു ടൈപ്പ് കറിയാട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി മട്ടൻ കറി കേട്ടോ. നമ്മളെ നെയ്ച്ചോറ് അതുപോലെ പത്തിരി പൊറോട്ടക്കൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഒരുപാട് സ്പൈസി ഒന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.